എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നടന്നൊരു സംഭവമാണ്. ഗാർഡൻ ഏരിയ വെച്ച് അഭിഷേകും സായി ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. സായി ഒക്കെ പറയുന്ന കാര്യം ഇതാണ്: ഇപ്പൊ ഫാമിലി റൗണ്ട് ഒക്കെ കഴിഞ്ഞു. ഇനി കഴിഞ്ഞതിന് ശേഷം ഇനി ഓരോരുത്തർ കളി മാറ്റി കളിക്കും. എല്ലാ ഫാമിലിയുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ചൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവർ കളിയൊക്കെ മാറ്റി കളിക്കും എന്നൊക്കെയാണ് അവിടെ ഇന്ന് സായിയും ഇതുപോലെ തന്നെ അഭിഷേകും പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ജിൻഡോയെ കുറിച്ചാണ് പറയുന്നത്. ജിൻഡോയ്ക്ക് നോമിനേഷൻ പേടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നോമിനേഷനിൽ ഇടണം. എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്റെ ലക്ഷ്യം ഒന്നേ ഒന്നുള്ളൂ: ആ ജിൻഡോയെ ക്യാപ്റ്റൻസിയിൽ കൊണ്ടുവരരുത്, ജിൻഡോയെ നോമിനേഷനിൽ ഇടണം. ഇതാണ് അഭിഷേകിന്റെ ടാർഗറ്റ്. അതായത് അഭിഷേക് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നന്ദനെ അടുത്ത ക്യാപ്റ്റനായിട്ടും ആക്കണം. കാരണം നന്ദനെ മുമ്പോട്ട് കൊണ്ടുപോയി നന്ദനയ്ക്ക് ബോക്സ് കൊടുത്ത്, അതായത് പണപ്പെട്ടി കൊടുത്ത് നന്ദനെ വീട്ടിൽ വിടണം. ഇതാണ് സായിയുടെയും അതോടൊപ്പം തന്നെ സിജോയുടെയും ഈ അഭിഷേകിന്റെയൊക്കെ ഒരു മനസ്സിലിരിപ്പ്. ഇത് നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ജിൻഡോയെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരരുത്, ജിൻഡോയെ നോമിനേഷനിൽ ഇടണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തിയിരിക്കുന്നത്. അതിന് പറയുന്നത് ജിൻഡോയ്ക്ക് നോമിനേഷൻ പേടിയാണ്. അഥവാ നോമിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ജിൻഡോ ഔട്ടായി പോകും എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അഭിഷേക് ഈ വർത്തമാനം പറയുന്നത്. ഇത് തന്നെയാണ് സായി എടുത്ത് പറയുന്നത്. അവർക്ക് എന്നാ ഒരു കാര്യമുണ്ട്, ഇവര് വിചാരിക്കുന്നില്ല ഇവരെ എടുത്തിട്ട് ഇവര് പോകുന്നുള്ള കാര്യം. ഇവരത് ചിന്തിക്കുന്നില്ല. ഞാൻ അപ്പോഴും ചിന്തിക്കുക, ഇവരുടെ ബുദ്ധി എന്തുവാണ് ചെയ്യുന്നതെന്ന്. അവരുടെ ബുദ്ധി ചിന്തിക്കുന്നു, റസ്മിൻ പോകും, ശ്രീതു പോകും, അപ്സര പോകും, അൻസിബ പോകും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇവര് നോമിനേഷനിൽ വന്നാൽ ഇവര് പോകും എന്നുള്ളത് ഇവരെന്താ ചിന്തിക്കാത്തെ? ഇവര് വലിയ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരായവയോട് എന്റെ പൊന്നെ എന്നാ കണ്ടന്റാ കൊടുക്കുന്നതെന്നറിയാമോ? സായിയും സിജോയും അതോടൊപ്പം തന്നെ അഭിഷേകൊക്കെ കണ്ടന്റ് കൊടുത്ത് ബിഗ് ബോസിന്റെ തന്നെ പറഞ്ഞിട്ട്, മക്കളെ നിങ്ങൾ നിർത്തുവോ, നിങ്ങളുടെ കണ്ടന്റ് എന്നാ കണ്ടന്റാടാ മക്കളെ, ഇതുപോലെ ഇത്രയും തരല്ലേ, കുറച്ച് താ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ കാര്യം പറയുന്നത്. അതായത് ജിൻഡോയ്ക്ക് നോമിനേഷനിൽ വരുന്നത് പേടിയായതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് മുതിരുന്നതെന്ന്. എന്നാൽ ജിൻഡോ പറഞ്ഞിട്ടുണ്ട്, ഈ ആഴ്ച ഞാൻ ക്യാപ്റ്റൻ ആകാം, അടുത്ത ആഴ്ച തൊട്ട് ഞാൻ നോമിനേഷനിൽ പോകാൻ റെഡിയാണ്. കാരണം ഈ ഒരാഴ്ചയോടെ എനിക്ക് ഇനി ക്യാപ്റ്റൻസി ആകാൻ പറ്റത്തുള്ളൂ. എനിക്ക് ബാക്കിയുള്ളതെല്ലാം എന്റെ പ്രേക്ഷകരുമായിട്ട് എനിക്ക് എപ്പോഴും ടച്ച് ആയിട്ട് വേണം അന്ന് പറഞ്ഞ ആളാണ് ജിൻഡോ. അത് ഇമ്മാർക്കറിയത്തില്ല ജിൻഡോയുടെ പൂർവ്വബുദ്ധി എത്ര ഉണ്ടെന്നുള്ളത്. ഇവര് വിചാരിച്ചിരിക്കുന്നത് ജിൻഡോയ്ക്ക് പേടിയാണെന്നും ബുദ്ധിയില്ലെന്നും ഒക്കെയാണ്. പക്ഷെ അതിനൊക്കെ എത്ര മുകളിലാണ് ജിൻഡോ ചിന്തിക്കുന്നത് എന്നുള്ളത് ഇമാർക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്ക് എല്ലാവർക്കും ബൈ.